ലാസ്റ്റ് വന്നിട്ട് എനിക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടില്ല. നായകൻ വില്ലന്മാരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇടിക്കുക എന്ന് പറയുന്ന ഒരു ക്ലീശേ പരിപാടി. ആ ഒരു എന്താ പറയാ, പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഒരു പവർ കിട്ടി വന്ന് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ഇടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. അതെനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ സിനിമയിലെ സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. വലിയ ആഹ്, കെട്ടിമാറാപ്പൊന്നും ഇല്ലാത്ത നല്ലൊരു സ്റ്റോറിയാണ്. പെർഫോം ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറിയാണ്. അത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതില്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമയിലെ കഥകള്, ഈ സിനിമയിൽ പറയുന്ന പല കാര്യങ്ങളും, ഈ സിനിമയുടെ ഒരു 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 നറേഷൻ എനിക്ക് ദാ ഈ ബുക്ക് ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകളെന്ന് പറഞ്ഞ് ഡോക്ടർ ബ്യൂമാദത്തൻ എഴുതിയ പുള്ളിയുടെ ലൈഫ് സ്റ്റോറി, അതായത് പുള്ളിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം കൂടെ തുന്നിക്കെട്ടി ഉണ്ടാക്കിയ ഈ പുസ്തകത്തിലെ ഒരു നറേഷൻ പോലെ എനിക്ക് തോന്നി. ഈ പുസ്തകത്തിലെ അതേ കഥകളൊന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പുള്ളിയുടെ അനുഭവങ്ങളൊന്നും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കോപ്പി അടിച്ചത് അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് ഈ പുസ്തകം ഈ അടുത്തിടെ വായിച്ച് തീർത്തോണ്ടായിരിക്കണം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഇതെനിക്ക് സ്ക്രീനിൽ കണ്ട പോലൊക്കെ ഒരു ഫീല്. ആ ഒരു ഫീല് എന്റെ ഫീലാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഇത് 2 റിലേറ്റഡ് ആണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ട വേറൊരു കാര്യം ക്ലൈമാക്സ്. നായകൻ വില്ലന്മാരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇടിക്കുക മാത്രമല്ല, ആ ക്ലൈമാക്സ് ഫൈനലിലോട്ട് വരുമ്പോ ഒരു എഴച്ചിലുണ്ട്. അത് പെട്ടെന്ന് ചെയ്ത് തീർത്താലും ഇതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായേനെന്ന് എനിക്ക് തോന്നുന്നു. ആ പറഞ്ഞു പോയി നമുക്കറിയാം ഇതിങ്ങനെയാണ് എൻഡ് ആവുന്നതെന്ന്. അത് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ക്ലൈമാക്സിൽ ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് കാണിക്കുന്ന സാധനം കുറച്ചും കൂടെ എൻഗേജിങ് ആക്കായിരുന്നു. അതിലൊരു എഴച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ ആ സെക്കൻഡ് ഹാഫിന്റെ പകുതി വരെ പടം മുക്കാലും അന്യായം. ലാസ്റ്റ് ഉള്ള ഒരു എത്ര പെർസെന്റേജ്? 4 സെഗ്മെന്റ് ആയിട്ട് തിരിച്ച് അതിനകത്ത് ലാസ്റ്റ് ഒരു 25% 100%ൽ 25% എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. റാപ്പ് ചെയ്തിരിക്കുന്ന രീതി. ലാസ്റ്റ് കൊണ്ടുവന്ന് ഇതിനെ റാപ്പ് ചെയ്തത് എനിക്കങ്ങട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പടം ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മെജോറിറ്റി പടത്തിനെ പറ്റി എനിക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ നായകൻ ഈ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിരിക്കുന്ന ഷെല്ലി എന്നല്ലേ പേര്? ഷെല്ലിന്നോ? അതെ ഷെല്ലിയോ എന്തോരാണ് പേര്. ഈ പുള്ളി അഭിനയിച്ചിരിക്കുന്ന ഈ ക്യാരക്ടറിന്റെ ഒരു ഒരു ഡെവലപ്മെന്റും ക്യാരക്ടറിന് ഉണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ. അല്ലാതെ എനിക്ക് ഈ പടത്തില് ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ഒരു 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 എന്താ പറയുക കൂട്ടി വെക്കാൻ പറ്റാത്തത്. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ടത് നായികയാണ്. നമ്മുടെ പുള്ളിക്കാരിയുടെ പേരെന്തുവായിരുന്നു? പേര് ഞാൻ മറന്നുപോയി. ജയ് ഭീമിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ മലയാളത്തിലെ നടിയാണ്. പുള്ളിക്കാരിയുടെ ആദ്യത്തെ പടം മറ്റുള്ള പടമില്ലേ? മഹേഷിന്റെ പ്രതികാരം. ആ അല്ലല്ലല്ല മഹേഷിന്റെ പ്രതികാരം അല്ലല്ലോ. പുള്ളിക്കാരി ഏതിലായിരുന്നു വന്നത്? ആ എന്തോ എനിക്ക് ഇവർ രണ്ടുപേരും അങ്ങ് മാറിപ്പോവും. മഹേഷിന്റെ പ്രതികാരത്തിലും ഈ സിനിമയിലെ നായിക രണ്ടുപേരും അങ്ങോട്ട് മാറിപ്പോവും. പുള്ളി ഏതിലായിരുന്നു വന്നത്? പുള്ളിക്കാരിയുടെ മറ്റേ ജയ് ഭീമിലെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ജയ് ഭീമില് മറ്റേ പുള്ളിക്കാരിയായിരുന്നു. അതിനി നോക്കണമല്ലോടാ. പോണവിടെ. ആ ലിജിമോൾ ജോസ്. ലിജിമോൾ ജോസ് എന്നാണല്ലേ പേര്. ലിജോ മോൾ ജോസ്. ലിജിമോൾ അല്ല ലിജോ മോൾ. എനിക്ക് പുള്ളിക്കാരിയുടെ പേരറിയില്ലായിരുന്നു. ഇപ്പോഴാ നോക്കുന്നത് തന്നെ. ലിജോ മോൾ ജോസ്. ഓക്കേ. പുള്ളിക്കാരി നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരി തന്നെ ജെ ബി എമ്മിലും ഉള്ളെ. എനിക്ക് ഈ പുള്ളിക്കാരിയെയും നമ്മുടെ സുരറൈ പോർട്ടറിലാണോ മറ്റേ പുള്ളിക്കാരുള്ളെ? ഈ ഇതിനകത്തുള്ള മഹേഷിന്റെ പ്രതികാരത്തിലുള്ള ആണ്. എനിക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ട് മാറിപ്പോകൂടെ? അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റാറുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് മാത്രമാണോ പറ്റുന്നതെന്ന് അറിയത്തില്ല. പുള്ളിക്കാരിയുടെ പേര് അപർണ ബാലമുരളി. പേരൊന്നും ഓർമ്മ ഇരിക്കുന്നില്ലെന്നേ. ഈ അപർണ ബാലമുരളിയും ലിജോ മോൾ എന്തായിരുന്നു? ലിജോ മോളെയും ലിജോ മോളെയും അപർണ മുരളിയും എനിക്ക് തെറ്റിപ്പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും. എനിവേ പുള്ളിക്കാരിയുടെ അഭിനയം നല്ല 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 നാച്ചുറലായിരുന്നു. പുള്ളിക്കാരി കുഞ്ചാക്കോ ബോബനായിട്ട് ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിയുടെ അഭിനയം. അതുപോലെ തന്നെ പുള്ളിക്കാരി മറ്റേ പടത്തിനകത്ത് ഇതേപോലെ കിടിലനൊരു അഭിനയം നടത്തിയിട്ടുണ്ടല്ലോ. ഏതാണ് ആ പടത്തിൻ്റെ പേര്? ഇല്ല നമ്മുടെ ഇങ്ങേരൊക്കെ ഉള്ള ബേസിലൊക്കെ ഉള്ള പൊന്മാൻ. എനിക്കെന്താടാ ഈ പേരും കാര്യങ്ങളൊന്നും ഓർമ്മയിരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ എടുക്കുമ്പോഴാണോ അത് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൊന്മാനിനകത്ത് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഈ പടത്തിലെയും പുള്ളിക്കാരിയുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത് നല്ലൊരു മൂവിയാണ്. നിങ്ങൾക്ക് പോയി ധൈര്യമായിട്ട് കാണാം. നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെയൊക്കെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കഥ സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ വിസ്മയത്തുമ്പത്തിൻ്റെയൊക്കെ കഥ ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ. പക്ഷേ അത് വേറെ രീതിയിലെടുത്ത് ഇതിൽ എന്താ പറയുക അതിനൊരു കുറച്ചുകൂടെ ഡാർക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മോഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കഥയെ.
പിന്നെ പറയാനാണെങ്കി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ്. നമ്മളൊക്കെ ലൈഫില് ഞാനങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും പറഞ്ഞ് കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് നമ്മളിച്ചിരി ദേഷ്യപ്പെട്ടൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ, എൻ്റെ വീട്ടീന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു അനുഭവം. എൻ്റെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരുടെ അടുത്തുന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മള് എക്സാജറേറ്റ് ചെയ്ത് ഇത്തിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, "ദാ കണ്ടോ, 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 കണ്ടോ അവന് എന്താണ്ട് എന്താണ്ട് അടിച്ചിട്ട് പറയാ അവൻ, എന്താണ്ട് വെള്ളം അടിച്ചിട്ട് പറയാ അവൻ, അല്ലെങ്കിൽ എന്താണ്ട് ഉപയോഗിച്ചിട്ട് കഞ്ചാവടിച്ചിട്ട് പറയാ അവൻ, അല്ലെങ്കിൽ അവന് മാനസിക നില തെറ്റിയിരിക്കുവാ." അത് കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വിഷയം നിങ്ങൾക്കറിയാവോ? അത് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ അഭിനയിച്ച് കാണിച്ച് വച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മള് സ്വന്തമായെന്ന് കരുതുന്ന ആൾക്കാര് വരെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാര് വരെ അങ്ങനെ പറയുമ്പോ ഉണ്ടാകുന്ന നമ്മുടെ ഫീലിങ്സ് ഇവിടെ നല്ല രീതിയിൽ അതിനകത്ത് എനിക്കത് ഫീൽ ചെയ്തു പുള്ളിയുടെ അഭിനയത്തിലൂടെ. പിന്നെ പടം കൊള്ളാം. അത്ര തന്നെ. പെർഫോമൻസ് വൈസും എന്തും കൊണ്ടും പടം അടിപൊളിയാണ്. എല്ലാരും പോയി ഒന്ന് കാണുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.